പെരയെ കൊണ്ടിട്ട് ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും നിങ്ങൾ കൊടുക്കണം. നിങ്ങളെ പെണ്ണുങ്ങൾക്ക് ഓനെ കണ്ടു. അതൊക്കെ ഉമ്മക്ക് വെറുതെ തോന്നുക. ഈ കാലം വരെയായിട്ട് നിങ്ങൾ ഓനിക്കൊരു കുപ്പായെങ്കിലും എടുത്തു കൊടുത്തുക്കണോ? ഓനിപ്പോ കുപ്പായിട്ട് കല്യാണത്തിന് പോകാൻ നിൽക്കല്ലേ. ഉമ്മക്ക് ഞങ്ങൾ പറഞ്ഞത് മനസ്സിലായില്ല. ഒക്കെ എനിക്ക് മനസ്സിലായി. നിങ്ങൾ പറഞ്ഞതും മനസ്സിലായി, നിങ്ങളെ പറ്റി മനസ്സിലായി. പാപ്പ മരിച്ചിട്ട് ചൂടാറിയിട്ടില്ല. അതിനു മുമ്പ് തന്നെ നിങ്ങൾക്ക് തിരക്കായി. സ്വത്ത് ഓരിയൊക്കെ ബാപ്പാന്റെ സ്വത്ത് നിങ്ങൾക്ക് മൂന്നാക്കുള്ളത് തന്നെയല്ലേ? അതാരാ മൂന്നാള്? അതെന്താ, മുത്തുകളെ കൂടപ്പുറപ്പല്ലേ? ഇങ്ങനെ അന്തം വിട്ട് നടക്കണ ഓർക്കെന്തിനാ മുതല്? അതാ ഞങ്ങൾ ചോദിക്കുന്നത്. അതന്നെ, ഓനെ ഞങ്ങളൊക്കെ കൂടി അങ്ങ് നോക്കിയപ്പോരെ ഉമ്മ. ഇങ്ങളെ നോട്ടത്തിന്റെ കോലൊക്കെ എനിക്ക് നല്ലോണം അറിയാം. എന്നാലേ നിങ്ങളെല്ലാരും കേൾക്കാൻ വേണ്ടി ഞാനൊരു കാര്യം പറയും. ബാപ്പാന്റെ സ്വത്തില് ഇങ്ങക്കുള്ള അവകാശം പോലെ തന്നെ ഓനും ഒരു അവകാശമുണ്ട്. ഓനക്കും വേണ്ടേ ഓരോ കൂട്ടം കുടുംബമൊക്കെ? എന്താ ഉമ്മ ഈ പറയണത്? ഓനക്ക് ഇവിടുന്ന് പെണ്ണ് കിട്ടാനാ? എന്റെ കുട്ടി അതെ, ഇക്കാലത്ത് ഓനെ ഒരാൾക്ക് പെണ്ണ് കിട്ടാനുള്ളത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഓനേക്കാളും പ്രയാസമുള്ളവർക്ക് പെണ്ണ് കെട്ടി കുട്ടികളുണ്ടാവുന്നുണ്ട്. പ്രശ്നം അതല്ല. ഓനൊരു കല്യാണം കഴിച്ച് കുട്ടികളുണ്ടായ ഉമ്മ പറഞ്ഞ പോലെ നമ്മളൊരു സ്വത്തിന്റെ ഓഹരി അവിടെ പോവും. അതിനെന്തിനാ നമ്മൾ ടെൻഷൻ അടിക്കുന്നേ? ബുദ്ധി ഇല്ലാത്തവൻ കല്യാണം കഴിച്ചാലും മക്കളുണ്ടാവും എനിക്ക് തോന്നണില്ല. എടാ മൊയന്തേ, അതിന് ഓനക്ക് ബുദ്ധി വേണമെന്നില്ല. ഓൾക്ക് ബുദ്ധി ഉണ്ടായാലും അത് മതി നമ്മൾ അടുപ്പൂരാൻ. എന്താ സദാനന്ദ? ആ പോക്കത്ര ശരിയല്ലോ.